നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും നമ്മൾ ഹഗ്ഗിങ് എന്തിനാണ് ചെയ്യുന്നത്? ശരിക്കും ഇതുകൊണ്ട് എന്താണ് ഗുണം? ശരിക്കും ഹഗ്ഗിങ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ശരിക്കും മീനിങ്? ശരിക്കും സൈക്കോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹഗ്ഗിങ് ശരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് എന്നാണ് അതിൽ പറയപ്പെടുന്നത്. ശരിക്കും നമ്മൾ ഒരാൾ ഹഗ്ഗ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സന്തോഷം, ഹാപ്പിനെസ്, കെയറിങ് അതൊക്കെ അവിടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് 6 തരത്തിലുള്ള ഹഗ്ഗിങ് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും മീനിങ്ങും നോക്കാം. ഒന്നാമത്തേത് സൈഡ് ഹഗ്ഗ്. ഇത് നമ്മൾ ശരിക്കും കെയറിങ്, ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ സൈഡ് ഹഗ്ഗ് ചെയ്യാറ്. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കൈ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ കൈ ഇങ്ങനെ ചേർത്ത് കൊണ്ടുവന്നിട്ട് ആദ്യം നമ്മൾ ഹഗ്ഗ് ചെയ്യുന്ന സമയത്ത് ബോഡി കോൺടാക്റ്റ് ഉണ്ടാകുന്നില്ല. അതിനുശേഷം 2 കൈ ചേർത്ത് പിടിച്ചിട്ട് അവസാനം ഫുൾ ബോഡി കോൺടാക്റ്റിലേക്ക് വരുന്നുണ്ട്. ഇതിലൂടെ ശരിക്കും നമ്മൾ ഒരു ഗ്യാപ്പ് ആദ്യം ഉണ്ടാവും. പിന്നീട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ബോഡി ഫുൾ കോൺടാക്റ്റിലേക്ക് വരുന്നുണ്ട്. ഈ വൺ സൈഡ് ഹഗ്ഗിന് ബഡി ഹഗ് എന്ന വേറൊരു പേരും കൂടിയുണ്ട്. ഈ സൈഡ് ഹഗ് ശരിക്കും നമുക്ക് ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ സൈഡ് ഹഗ് ഒരിക്കലും ഇൻറ്റിമസിയെ സൂചിപ്പിക്കുന്നില്ല. ഈ സൈഡ് ഹഗ് ശരിക്കും നിങ്ങൾ അവരുമായിട്ട് അത്ര ക്ലോസ് റിലേഷൻഷിപ്പിലല്ല എന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങൾ അവരുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇപ്പോൾ മീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതല്ല, കുറച്ചുകൂടെ ക്ലോസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ട് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടുത്തത് ലെവലിലേക്ക് പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്നും നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അത്ര മനസ്സിലാക്കിയിട്ടില്ല വരെ, നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഹഗ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നുണ്ടല്ലോ. ഈ ഗ്യാപ്പ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു എമോഷണലി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഈ സൈഡ് ഹഗ് നിങ്ങൾ അവർ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ അത്ര താല്പര്യമില്ലാതെയാണ് ഈ ഹഗ് ചെയ്യുന്നത് എന്നതിനൊന്നും സൂചിപ്പിക്കുന്നില്ല. നിങ്ങളവരെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് സമയം വേണം. അതിനൊക്കെയാണ് ഈ സൈഡ് ഹഗ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾ കുറച്ച് ഷൈ ആണ്, പിന്നെ കുറച്ച് പൊളൈറ്റാണ്, അതിനൊക്കെ ഈ സൈഡ് ഹഗ് സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഫ്ലീറ്റി ഹഗ്. ഈ ഫ്ലീറ്റി ഹഗ് ശരിക്കും നമുക്ക് അങ്ങനെ എല്ലാ റിലേഷൻഷിപ്പിലൊന്നും കാണാൻ കഴിയില്ല. അതായത് നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള നമ്മൾ ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരാളെ ഈ ഫ്ലീറ്റി ഹഗ് ചെയ്യുന്നത് ശരിക്കും 2 കൈ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഫുൾ ബോഡി കോൺടാക്റ്റിൽ കൈ 2 ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെയാണ് ഈ ഫ്ലീറ്റി ഹഗ് ചെയ്യുന്നത്. ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലീറ്റി ഹഗ് സാധാരണ ചെയ്യാറുള്ളത്. ഇത് സാധാരണ കപ്പിൾസിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഈ ക്ലോസ് റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ചില സമയത്ത് നമ്മൾ അവരെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം പുറത്ത് പറയാൻ പറ്റില്ലായിരിക്കും. ഇത് നമുക്ക് ഈ ഫ്ലീറ്റി ഹഗ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ ഫ്ലീറ്റി ഹഗ് കൊണ്ട് നിങ്ങൾ ശരിക്കും ഫ്രണ്ട്സിനേക്കാൾ കുറച്ച് മുകളിലാണെന്ന കാര്യം ഇതിലൂടെ വ്യക്തമാക്കാം. മൂന്നാമത്തേത് ലോങ് ഹഗ്. അതായത് സാധാരണ ഈ ഹഗ്ഗിങ് ഒക്കെ 5 തൊട്ട് 10 സെക്കൻഡ് വരെയൊക്കെയാണ് ഇതിൻ്റെ ടൈം ഇൻ്റർവെൽ. പക്ഷേ ഈ ലോങ് ഹഗ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 20 സെക്കൻഡോളം വരും. ഈ ലോങ് ഹഗ് സമയത്ത് തലച്ചോറിൽ ഈ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ്. ഈ ലോങ് ഹഗ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ അതല്ല നിങ്ങൾ അടുത്ത ബന്ധമുള്ള ആരുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഈ കെയറിങ്, ട്രസ്റ്റ്, അതുപോലെ തന്നെ ലവ് ഇതിൻ്റെയൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവുക. ഈ ലോങ് ഹഗ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരാളെ കുറേ കാലമായിട്ട് കാണാതിരിക്കുന്ന സമയത്ത്, അവരെ കുറേ കാലമായിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന സമയത്ത്, അവസാനം അവരെ കണ്ടുമുട്ടുമ്പോൾ, അതല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം അതൊക്കെ സോൾവ് ആയിട്ട് അതിനുശേഷം അവരെ കണ്ടുമുട്ടുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ഈ ലോങ് ഹഗ് ശരിക്കും ലോകത്തിൽ ഇതിനേക്കാൾ കൂടുതൽ അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നും പിന്നെ ഏത് സിറ്റുവേഷനും ഏത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി കൂടെ തന്നെ ഉണ്ടാകുമെന്നും എന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നാലാമത്തേത് റൊമാൻറ്റിക് ഹഗ്. ഈ റൊമാൻറ്റിക് ഹഗ് ശരിക്കും നമ്മൾ ഒരാളോട് കാണിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള സമയത്ത്, അവരെ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത്, ആ സമയത്തേക്കാണ് നമ്മൾ റൊമാൻറ്റിക് ഹഗ് കാണിക്കാറ്. ഈ റൊമാൻറ്റിക് ഹഗ്ഗും ഫ്ലീറ്റി ഹഗ്ഗും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ റൊമാൻറ്റിക് ഹഗ് ശരിക്കും ഈ കപ്പിൾസിനിടയിലും ലവേഴ്സിനിടയിലും കാണാറ്. പക്ഷേ ഫ്ലീറ്റി ഹഗ് അങ്ങനെയല്ല. നമ്മൾ ഒരാൾ അട്രാക്ഷൻ ഉള്ള സമയത്ത്, നമ്മൾ ഒരാളോട് സ്നേഹം കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്നേഹം ആഗ്രഹിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഫ്ലീറ്റി ഹഗ് ചെയ്യാറ്. പക്ഷേ ഈ റൊമാൻറ്റിക് ഹഗ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ആ ഒരു കപ്പിൾ ചെയ്യുന്നത് ശരിക്കും നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടെന്നും അവരെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്നും ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ചെറിയ അട്രാക്ഷൻ ബേസിൽ ചെയ്യുന്നത് മാത്രമാണ് ഈ ഫ്ലീറ്റി ഹഗ്. ഈ റൊമാൻറ്റിക് ഹഗ് ശരിക്കും നമ്മൾ കാണാൻ കഴിയുന്നത് കല്യാണം കഴിഞ്ഞ കപ്പിൾസിനിടയിലും അതുപോലെ തന്നെ അതല്ലെങ്കിൽ ക്ലോസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കിടയിലുമാണ്. ഈ റൊമാൻറ്റിക് ഹഗ് സമയത്ത് നിങ്ങൾ രണ്ടുപേരും വളരെ വളരെ ക്ലോസ് ആയിട്ട് ചേർന്ന് നിൽക്കുന്നു. ഈ റൊമാൻറ്റിക് ഹഗ് ശരിക്കും കാണിക്കുന്നത് നിങ്ങൾ എത്രമാത്രം അറ്റാച്ച്ഡ് ആണ്, നിങ്ങൾ എത്രമാത്രം പരസ്പരം സ്നേഹിക്കുന്നു എന്ന കാര്യത്തൊക്കെയാണ് ഈ റൊമാൻറ്റിക് ഹഗ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ഹഗ് ബെയർ ഹഗ്. അതായത് നിങ്ങൾക്ക് ക്ലോസ് ഫ്രണ്ട്സ്, വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഉള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടായിരിക്കും ഈ ബെയർ ഹഗ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ കൂടെ ഉണ്ടെന്നും എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും ഇടയ്ക്കിടയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കുമെന്നും ഇതൊക്കെയാണ് ഈ ബെയർ ഹഗ് കൊണ്ട് സൂചിപ്പിക്കുന്നത്.
ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഹഗ്ഗ്, സിമ്പിളായിട്ട് വന്ന് ചെയ്തിട്ട് പോകുന്ന ചെറിയ ചെറിയ ഹഗ്ഗൊക്കെ അല്ലേ, ഇതൊക്കെയാണ് ഈ ബെയർ ഹഗ് എന്ന് പറയുന്നത്. ആറാമത്തത് റിവേഴ്സ് ഹഗ്. ഈ റിവേഴ്സ് ഹഗ് ഇപ്പോൾ പറഞ്ഞ ഈ ഹഗ്ഗുമായിട്ട് വലിയ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് ചെയ്യുന്നത് പുറകിൽ നിന്നാണ്. ഇത് നമ്മൾ ശരിക്കും ഈ റൊമാൻറ്റിക് കപ്പിൾസിൻ്റെ ഇടയിലൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റും, അതല്ലെങ്കിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള സിബ്ലിങ്സിൻ്റെ ഇടയിലും കാണാൻ പറ്റും. ഈ റിവേഴ്സ് ഹഗ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടെന്നും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ അവരെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും എപ്പോഴും സപ്പോർട്ടീവായിട്ട് ഒപ്പം തന്നെ ഉണ്ടെന്നും എന്ന കാര്യങ്ങളൊക്കെ ഈ ഹഗ് കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം 6 ഹഗ്ഗിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഓരോ ഹഗ്ഗിങ്ങിനും സെപ്പറേറ്റ് മീനിങ് ഉണ്ടെങ്കിലും ഈ ആറ് ഹഗ്ഗിങ്ങും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ് തരുന്നത്. അതായത് ഈ ഹഗ്ഗിങ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരമുള്ള കെയറിങ്, ലവ്, അറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സാധാരണ നമ്മൾ ഈ ഹഗ്ഗിങ് ചെയ്യുന്നത്.